നമസ്കാരം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ഇടുക്കിയുടെ നെഞ്ചിലെ തണലാണ് റോഷി. അസത്യങ്ങൾ കൊണ്ട് മായ്ക്കാനാവാത്ത ജനസ്നേഹം. ഇടുക്കി റോഷിയെ ഉള്ളം കയ്യിൽ വെച്ച് സംരക്ഷിച്ചെങ്കിൽ റോഷി ഇടുക്കിയെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയായിരുന്നു എന്നാണ് ആ കുറിപ്പിൽ പറയുന്നത്. നൂറ്റാണ്ടുകാലം ഇടുക്കിയും റോഷി അഗസ്റ്റിനും തമ്മിലുണ്ടായിരുന്നത് കേവലം ഒരു ജനപ്രതിനിധിയും വോട്ടർമാരും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല, മറിച്ച് പരസ്പര വിശ്വാസത്തിൻ്റെ ആഴത്തിലുള്ള ഒരാത്മബന്ധമായിരുന്നു. എതിരാളികൾ കള്ളപ്രചാരണങ്ങൾ കൊണ്ട് താൽക്കാലികമായി പുകമറകൾ സൃഷ്ടിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇടുക്കി റോഷിക്ക് നൽകിയ സ്നേഹത്തിനോ ഈ നാടിനായി റോഷി നൽകിയ വികസന സംഭാവനകൾക്കോ ഒരു കുറവും വരുത്താൻ ആ അസത്യ പ്രചാരണങ്ങൾക്ക് കഴിയില്ല. ഈ മണ്ണിലും ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സിലും റോഷി അഗസ്റ്റിൻ എന്ന പേര് അന്നും ഇന്നും എന്നും തലയെടുപ്പോടെ തന്നെ നിൽക്കും. ജീപ്പുകൾക്ക് പോലും പോകാനാവാത്ത നാട്ടിൽ നിന്നും ഇന്ന് കാണുന്ന ഇടുക്കിയെ മാറ്റിയെടുത്തു. ഇടുക്കിയുടെ ഭൂതകാലം മറന്നുപോയവർക്കാണ് 25 വർഷം കൊണ്ട് റോഷി അഗസ്റ്റിൻ എന്ത് ചെയ്തു എന്ന തെറ്റായ പ്രചാരണങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നാവ് പൊങ്ങിയത്. 25 വർഷം മുൻപ് ഒരു അത്യാവശ്യത്തിന് പോലും ഒരു ജീപ്പ് ഓടിയെത്താത്ത ഇടുങ്ങിയതും ഗർത്തങ്ങൾ നിറഞ്ഞതുമായ വഴികളായിരുന്നു ഇടുക്കിയിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കാറോ ടൂ വീലറോ ഓട്ടോറിക്ഷയോ എത്താത്ത ഒരു ഉൾനാടൻ ഗ്രാമം പോലും ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഇല്ല. തുല്യതയില്ലാത്ത വികസനമായിരുന്നു ഇടുക്കിയിൽ അരങ്ങേറിയത്. UDF 20 വർഷം ഇരുന്നപ്പോഴും അവസാന 5 വർഷം LDF മന്ത്രിസഭയിൽ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും മുന്നണി രാഷ്ട്രീയത്തിന് അപ്പുറം ഇടുക്കിയുടെ വികസനത്തിന് അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ. ആരോപണങ്ങൾ ഉന്നയിച്ചവർക്ക് വികസനം കൊണ്ട് മറുപടി നൽകിയ ചരിത്രമാണ് റോഷി അഗസ്റ്റിൻ്റേത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ അവർ തമ്മിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാനും വികസനത്തെ തെറ്റായ കണ്ണിലൂടെ കാണിക്കാനും കോൺഗ്രസ് ഇറക്കിവിട്ട വില കുറഞ്ഞ നാടകമായിരുന്നു വെള്ളവര രാഷ്ട്രീയം, കോൺഗ്രസിൻ്റെ ദുഷ്ടബുദ്ധി. LDF നേതാവും മുൻ മന്ത്രിയുമായ മണിയാശാന്റെ മണ്ഡലമായ ഉടുമ്പൻചോലയിലെ BM&BC റോഡുകളുടെ ഭംഗിയും വെള്ളവരവുകളും അത് ചൂണ്ടിക്കാട്ടി ഉടുമ്പൻചോലയിൽ കാണുന്ന റോഡ് എന്തുകൊണ്ട് ഇടുക്കിയിലില്ല എന്ന കോൺഗ്രസ്സുകാർ കപട പ്രചാരണം നടത്തി. LDFിൻ്റെ തന്നെ ഒരു മണ്ഡലത്തിലെ വികസനം ആയുധമാക്കി മറ്റൊരു LDF ജനപ്രതിനിധിയെ ആക്രമിക്കുക എന്ന കുബുദ്ധിയായിരുന്നു ഈ പ്രചാരണത്തിന് പിന്നിൽ. യാഥാർത്ഥ്യം എന്താണ്? മണിയാശാൻ മന്ത്രിയായിരുന്ന കാലത്ത് കിഫ്ബി വഴി ആദ്യഘട്ടത്തിൽ ഉടുമ്പൻചോലയിൽ BM&BC റോഡുകൾ പണിതപ്പോൾ അതിന് വലിയ കാഴ്ച ഭംഗി വന്നു. ഉടുമ്പൻചോലയിൽ മണിയാശാൻ നടത്തിയ ആ വികസനം LDFിൻ്റെ അഭിമാനം തന്നെയാണ്, ഒരു സംശയം വേണ്ട. അതേസമയം ഇടുക്കി നിയോജക മണ്ഡലത്തിൽ യാത്രായോഗ്യമല്ലാത്ത ഒരൊറ്റ റോഡും ഉണ്ടായിരുന്നില്ല. അതിനാൽ കാലാവധി കഴിയുന്ന മുറയ്ക്ക് ഇതേ കിഫ്ബി വഴി ആധുനിക നിലവാരത്തിലുള്ള റോഡുകൾ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലും പണിതുയർത്തി. നിരവധിയായ റോഡുകൾ പണി പൂർത്തിയായി കഴിഞ്ഞു. ഒട്ടനവധി റോഡുകളുടെ പണികൾ ഇപ്പോഴും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലൊന്നും ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ്റെ പോലും ചെറുവിരലനക്കം ഉണ്ടായിട്ടില്ല. വലിയ പാതകൾക്ക് പുറമെ ഷോൾഡർ പ്രൊട്ടക്ഷൻ നൽകിയും അതുപോലെ സൈഡ് കോൺക്രീറ്റ് ചെയ്തും സ്വന്തം വീട്ടുമുറ്റത്ത് ഒരിക്കലും വാഹനം എത്തില്ലെന്ന് കരുതിയ മലയോരത്തെ സാധാരണക്കാരുടെ വീട്ടിലേക്ക് കോൺക്രീറ്റ് റോഡുകൾ വെട്ടിപ്പണിതത് റോഷി അഗസ്റ്റിൻ്റെ കരുതലായിരുന്നു. ഇടുക്കി നിയോജകമണ്ഡലത്തിൻ്റെ വികസനത്തിൽ കോൺഗ്രസിൻ്റെയോ UDFിൻ്റെയോ പ്രതിനിധികൾക്ക് എന്താണ് പറയാനുള്ളത്? പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. LDF പ്രതിനിധിയായി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ആയപ്പോൾ മാത്രമാണ് ഇടുക്കി നിയോജകമണ്ഡലത്തിൽ മുഖച്ഛായ മാറ്റിയ വലിയ റോഡുകളും കേന്ദ്ര വികസന പദ്ധതികളും ഒഴുകിയെത്തിയത്. സംശയമുണ്ടോ? അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ലോകം മുഴുവൻ ഡ്രോൺ വിഷ്വൽസിലൂടെ കണ്ട ആ മനോഹരമായ റോഡ് ജോയ്സ് ജോർജ് എന്ന ജനകീയ MPയുടെയും LDFിൻ്റെയും വികസന കാഴ്ചപ്പാടിൻ്റെ നേർചിത്രമായിരുന്നു. എന്നാൽ ഇടുക്കിയുടെ MP ആയിരിക്കുന്ന ഡീൻ കുര്യാക്കോസിന് ചൂണ്ടിക്കാണിക്കാൻ ഇടുക്കി നിയോജകമണ്ഡലത്തിൽ എടുത്തു പറയത്തക്ക ഒരൊറ്റ വികസന പദ്ധതി പോലുമില്ല. ഉണ്ടോ? ഒന്നും ചെയ്യാത്തവർ നാടിനായി പണിപ്പെട്ടവർക്കെതിരെ
കള്ളക്കഥകൾ ചമച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് റോഷി അഗസ്റ്റിനെ കുറിച്ചോ അദ്ദേഹം ചെയ്ത വികസനങ്ങളെക്കുറിച്ചോ പറയുമ്പോൾ കോൺഗ്രസ്സുകാർ അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം വളരെ ലളിതമാണ്. പാർലമെന്റിലേക്ക് ജയിച്ചു പോയ സ്വന്തം കോൺഗ്രസ് ജനപ്രതിനിധി വഴി ഇടുക്കി നിയോജകമണ്ഡലത്തിലെ സ്വന്തം പഞ്ചായത്തിൽ ഒരു 10 മീറ്റർ റോഡ് പോലും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. അതല്ലേ സത്യം? ഇടുക്കി നിയോജകമണ്ഡലത്തിൽ ഇന്ന് കാണുന്ന യാതൊരു വികസനം UDF അവകാശപ്പെട്ടാലും അതിന്റെ യഥാർത്ഥ പിതാവ് റോഷി അഗസ്റ്റിൻ തന്നെയായിരിക്കും. മെഡിക്കൽ കോളേജ് മുതൽ പാൽ സൊസൈറ്റികൾ വരെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിയാത്ത ഒരു സ്ഥാപനവും ഇന്ന് ഇടുക്കിയിലില്ല. റോഷി അഗസ്റ്റിന്റെ കാലത്ത് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ച് പ്രവൃത്തി ആരംഭിക്കാനിരിക്കുന്ന വികസന പദ്ധതികൾ അത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി കാണുന്നുണ്ട്. ഇത് ഇടുക്കിയിലെ ജനങ്ങളോടുള്ള കടുത്ത വഞ്ചനയാണ്. ഒരു കാര്യം വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു: ജനങ്ങളുടെ നന്മയ്ക്കായി കൊണ്ടുവന്ന പദ്ധതികൾ ഇല്ലാതാക്കാനും വെട്ടിച്ചുരുക്കാനുമാണ് നീക്കമെങ്കിൽ ആ കളി ഈ നാട്ടിൽ വില പോകില്ല. വികസന പദ്ധതികൾ അട്ടിമറിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടുക്കിയിലെ ജനങ്ങളും ജീവൻ കൊടുത്തും പ്രതിരോധിക്കും. വികസനത്തിന്റെ വെളിച്ചം വീണ്ടും തെളിയും. രാഷ്ട്രീയത്തിലെ തിരിച്ചടികൾ താൽക്കാലികമാണ്. എന്നാൽ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ കെട്ടിപ്പൊക്കിയ വികസനത്തിന്റെ കോട്ടകൾ അത് ശാശ്വതമാണ്. ഈ നാട്ടിലെ റോഡുകളിലൂടെ നടക്കുമ്പോഴും മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി പോകുമ്പോഴും കുട്ടികളെ നല്ല സ്കൂളിലേക്ക് അയക്കുമ്പോഴും ഇടുക്കിയിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് ഓർക്കും റോഷി അഗസ്റ്റിൻ എന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ജനനായകനെ. വ്യാജ പ്രചാരണങ്ങളുടെ പുകമറകൾ നീങ്ങും. ജനമനസ്സുകളിൽ റോഷി അഗസ്റ്റിൻ എന്ന വികസന നായകൻ കൂടുതൽ കരുത്തോടെ വീണ്ടും തെളിയും. ഒരു സംശയവുമില്ല.